നമസ്കാരം. തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്നുള്ള മുസ്ലിം ലീഗിന്റെ MP ആയ നവാസ് കനിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഇഡിയുടെ റെയ്ഡ് പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നത്. ഈ നവാസ് കനിയുടെയും സഹോദരന്റെയും പേരിലുള്ള കൊറിയർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ ഇഡിയുടെ മിന്നൽ പരിശോധന നടക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒന്നടങ്കം 12ഓളം ഇടങ്ങളിലാണ് ഇഡി ഇപ്പോൾ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നരേന്ദ്രമോദി രാമനാഥപുരത്ത് മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നതിനിടയിലാണ് നവാസ് കനിയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഉൾപ്പെടെ റെയ്ഡ് നടക്കുന്നത് എന്നത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഈ പരിശോധനയ്ക്ക് നൽകുന്നുമുണ്ട്. ഇപ്പോൾ ഈ കള്ളപ്പണ ഇടപാട് അല്ലെങ്കിൽ അനധികൃത സ്വത്ത് സമ്പാദനം എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്നും ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന്റെ MP ആണ് രാമനാഥപുരത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച, ഒരുപക്ഷെ തമിഴ്നാട്ടിൽ തന്നെ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച MP-മാരിൽ ഒരാളാണ്, സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് നവാസ് കനി എന്ന് പറയുന്നത്. എന്തായാലും മുസ്ലിം ലീഗ് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ്. എന്തൊക്കെയായിരിക്കും നവാസ് കനിയുടെ പേരിൽ ഇഡി ആരോപിക്കുന്ന കാര്യങ്ങൾ എന്നത് വരും മണിക്കൂറുകൾ തന്നെ പുറത്തു വരികയും ചെയ്യും. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.